മലയാള സിനിമയിലെ ഒരു കാലഘട്ടം ഓർമ്മയാകുന്നു. മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിവാസൻ മടങ്ങുന്നു. അവസാനിക്കുന്നത് 48 വർഷം നീണ്ട സിനിമാ യാത്ര. കണ്ടു വളർന്നതിൽ കൂടുതലും ശ്രീനിവാസൻ സിനിമകളായിരുന്നു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചിലപ്പോഴൊക്കെ കരയിപ്പിച്ചും അദ്ദേഹം എഴുതിയും അഭിനയിച്ചും അരങ്ങൊഴിഞ്ഞു പോകുമ്പോൾ മലയാള സിനിമയുടെ നീണ്ടൊരു അധ്യായമാണ് ഓർമ്മയാകുന്നത്. 1956 ഏപ്രിൽ 4 കണ്ണൂരിലെ കൂത്തുപറമ്പ് പാട്ടിത്ത് ജനനം. P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശനം. അഭിനേതാവ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തുടങ്ങിയ സിനിമയുടെ നാനാതുറകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, സന്ദേശം, വെള്ളാനകളുടെ നാട് തുടങ്ങി തൻ്റെ എല്ലാ ചിത്രങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞുവെച്ച സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക കാഴ്ചപ്പാടുകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ശ്രീനിവാസൻ എന്ന പ്രതിഭ വ്യത്യസ്തനാകുന്നത്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സിനിമാ ഡയലോഗുകളിൽ ബഹുഭൂരിപക്ഷവും ശ്രീനിവാസൻ സിനിമകളിലേതാണ്. ദാസ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് മോനെ എന്നൊരിക്കലെങ്കിലും പറയാത്ത മലയാളി ഉണ്ടാകില്ല. കാക്കിക്കുള്ളിലെ കലാകാരനെ മറക്കാൻ മലയാളികൾക്ക് സാധിക്കുമോ? കണ്ണൂരിലെ പാട്യത്തു നിന്നും പുറപ്പെട്ട ആ യാത്ര ഓരോ മലയാളികളുടെയും മനസ്സിലേക്കായിരുന്നു. പ്രിയപ്പെട്ട ശ്രീനി സാർ, ഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് ഒരു മലയാളിയെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം അങ്ങേക്കും അങ്ങ് ബാക്കി വെച്ച ഓർമ്മകൾക്കും അവസാനമില്ല. അങ്ങില്ലാതെ ഒരിക്കലും മലയാള സിനിമാ ചരിത്രം പൂർണ്ണമാകില്ല. പ്രിയ നടന്, എഴുത്തുകാരന്, സംവിധായകന്, ഏറ്റവും നല്ല സാമൂഹിക വിമർശകന്, മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിവാസന് യാത്രാമൊഴി. കാലയവനികയുടെ കവാടത്തിനിപ്പുറം അങ്ങയുടെ കലാസൃഷ്ടികളിലൂടെ അങ്ങിനിയും ജീവിക്കും. പ്രണാമം.